മിന്നാരം കുന്നു പിയോ എന്ന ചിത്രത്തിലൂടെ കരിയർ തുടങ്ങിയ സംവിധായകനാണ് സിബി മലയിൽ. മലയാളത്തിന് നിരവധി മികച്ച സിനിമകൾ സമ്മാനിച്ച അദ്ദേഹം മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങിയ അഭിനയ നേതാക്കൾക്ക് വേണ്ട രീതിയിൽ ഉപയോഗിച്ച ഒരു ഫിലിം മേക്കർ കൂടിയാണ്. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം എന്റെ വീടും അപ്പുവിന്റെ വീടും എന്ന ചിത്രത്തിലൂടെയാണ് തനിക്ക് ഒരു അവാർഡ് ലഭിക്കുന്നത് എന്നും അതുകൊണ്ട് തന്നെ ആ ചിത്രം തനിക്ക് പ്രിയപ്പെട്ടതാണെന്നും സിബി മലയിൽ പറയുന്നു. കൗമുദി മൂവീസിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എന്നെ സംബന്ധിച്ച് ഈ ചിത്രം എനിക്ക് വളരെ പ്രിയപ്പെട്ടതാവാനുള്ള കാരണം എനിക്ക് ആദ്യമായി മികച്ച സംവിധായകനുള്ള സംസ്ഥാന അവാർഡ് കിട്ടുന്ന സിനിമയാണ് എന്റെ വീടും അപ്പുവിന്റെയും. എന്റെ കരിയറിൽ ഞാൻ സംവിധാനം ചെയ്യുന്ന 35ാമത്തെ ചിത്രമാണെന്ന് തോന്നുന്നു ഇത്. പക്ഷേ പലരുടെയും വിചാരം സംസ്ഥാന അവാർഡ് ഞാൻ മുൻപും നേടിയിട്ടുണ്ട് എന്നായിരുന്നു. കാരണം ഈ ചിത്രത്തിൽ അവാർഡ് നേടിയതിനു ശേഷം എന്നെ കാണാൻ വന്ന മാധ്യമ പ്രവർത്തകരും എന്നെ വിളിച്ച ആളുകളുമെല്ലാം ഒരേപോലെ ചോദിച്ചത് ഇത് എത്രാമത്തെ സംസ്ഥാന അവാർഡാണ് എന്നാണ്. ഞാൻ അവരോട് ഇതെന്റെ ആദ്യത്തെ അവാർഡാണെന്ന് പറയുമ്പോൾ എല്ലാവർക്കും അത്ഭുതം തോന്നുന്നു. കാരണം എനിക്ക് മുൻപും അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ ധാരണ. അവരെന്നോട് ചോദിച്ചത് കിരീടത്തിന് കിട്ടിയില്ലേ, ഭരതത്തിന് കിട്ടിയില്ലേ, സദയത്തിനൊന്നും കിട്ടിയില്ലേ എന്നായിരുന്നു. മികച്ച സംവിധായകനുള്ള ആദ്യത്തെ അവാർഡാണ് അതെന്ന് അറിഞ്ഞപ്പോൾ ആളുകൾക്ക് കൗതുകമായിരുന്നു. എല്ലാവരുടെയും അടുത്തു നിന്നും അത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ എനിക്കൊരുപാട് സന്തോഷവും അഭിമാനവും തോന്നാറുണ്ട്. കാരണം ആ സിനിമകളെല്ലാം ഒരുപാട് അർഹതപ്പെട്ട ചിത്രങ്ങളായിരുന്നു. സംസ്ഥാന പുരസ്കാരം തീർച്ചയായും കിട്ടേണ്ടിയിരുന്ന അതിന് ഏറ്റവും യോഗ്യമായ സിനിമകളായിരുന്നു അവ. പക്ഷേ അത് കിട്ടാതെ പോയെങ്കിലും ആളുകൾ അതെല്ലാം അവാർഡ് നേടിയ സിനിമകളാണെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അതാണ് അവാർഡിനേക്കാൾ മൂല്യമുള്ളതായി ഞാൻ കരുതുന്നത്. വർഷങ്ങൾക്ക് ശേഷം ഈ സിനിമയിലാണ് എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ചത്. ഒരു പക്ഷേ എന്റെ ഈ സിനിമയ്ക്ക് അവാർഡ് കിട്ടിയത് പലരെയും അത്ഭുതപ്പെടുത്തിയിരിക്കാം. എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ചു വൈകിയാണെങ്കിലും ആ പുരസ്കാരം എനിക്ക് കിട്ടി. ഒടുവിൽ ആ സന്തോഷം എന്നെ തേടിയെത്തി. കിട്ടാതെ പോയതിനെക്കുറിച്ച് വിഷമിച്ചിട്ട് കാര്യമില്ല, കിട്ടിയതിനെക്കുറിച്ച് സന്തോഷമായിരിക്കുക എന്നതാണ് വലിയ കാര്യം, സിബി മലയിൽ പറയുന്നു.